ഹായ് ഫ്രണ്ട്സ്, കരിയർ ട്രാക്കർ PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ കോൺകോഡ് എന്ന ടോപ്പിക്കാണ്. കോൺകോഡ് എന്ന് പറഞ്ഞാലും സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞാലും ഒരു കൺസെപ്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺകോഡ് എന്ന് പറഞ്ഞാൽ? അതായത് നമുക്കറിയാം, ഒരു സെന്റൻസിൽ മസ്റ്റായിട്ടും വേണ്ടതാണ് ഒരു സബ്ജക്റ്റും വെർബും അല്ലെ. ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റും വെർബും എന്തായാലും ഉണ്ടായിരിക്കണം അല്ലെ. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റും വെർബും നമ്മൾ എങ്ങനെയെങ്കിലും അല്ല ഒരു സെന്റൻസിൽ യൂസ് ചെയ്യുക. അതിന് അവർ തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ട്. ഈ ഒരു അഗ്രിമെന്റിനെ കുറിച്ചാണ് നമ്മൾ സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് എന്ന ഭാഗത്ത് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ അഗ്രിമെന്റ് എന്ന് പറയുന്നത്? അതായത് സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റിലെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് സിംഗുലർ വെർബ്. അതായത് സെന്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട വെർബ് സിംഗുലർ ആയിരിക്കണം. ഓക്കെ, സബ്ജക്റ്റും വെർബും തമ്മിലുള്ള അഗ്രിമെന്റ് ആണ് നമ്മൾ പറയുന്നത്. ഒരു സെന്റൻസിൽ എങ്ങനെയായിരിക്കണം സബ്ജക്റ്റും വെർബും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് വെർബ് യൂസ് ചെയ്യണം? പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം. ഓക്കെ, സെന്റൻസ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ് യൂസ് ചെയ്യുക. പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ പ്ലൂറൽ വെർബ് വേണം യൂസ് ചെയ്യാൻ. ഇത്തരത്തിൽ സെന്റൻസും വെർബും യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അഗ്രിമെന്റിനെയാണ് നമ്മൾ സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നെങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഒരു സെന്റൻസിലെ വെർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു നൗൺ ആയിരിക്കും അല്ലെ. നൗണിനെയാണ് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് ഒരു സെന്റൻസിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു നൗണ് പ്ലൂറൽ ആക്കണമെങ്കിൽ നമുക്കറിയാം എന്ത് ചെയ്താൽ മതി? അതിന്റെ ലാസ്റ്റിൽ എസ് ഓർ ES ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു നൗണിന്റെ ലാസ്റ്റിൽ S, ES എന്നിവ ഉണ്ടെങ്കിൽ എസ് അല്ലെങ്കിൽ ES ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് പ്ലൂറൽ ആണ് എന്ന് മനസ്സിലാക്കുക. പ്ലൂറൽ നൗൺ ആണ് അല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബുക്ക് അല്ലെ, പുസ്തകം എന്നർത്ഥം വരുന്ന ബുക്ക് എന്നുള്ളത് എന്താണ്? ഒരു സിംഗുലർ നൗൺ ആണ്, അല്ലെങ്കിൽ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഒരു സെന്റൻസിൽ യൂസ് ചെയ്യുക. പകരം ബുക്സ് എന്നാണെങ്കിലോ ലാസ്റ്റ് ഒരു S ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബുക്സ് എന്നാകും. അതെന്താണ്? സിംഗുലർ ആണോ? അല്ല, പ്ലൂറൽ ആണ് അല്ലെ. പ്ലൂറൽ നൗൺ ആണ്, അത് പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഒരു സെന്റൻസിൽ യൂസ് ചെയ്യുക. അപ്പൊ ഇത്തരത്തിൽ നൗണിനോടൊപ്പം SO ESO ചേർത്താൽ എന്തായി? നൗണ് പ്ലൂറലായി. ഇനി ഒരു വെർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നെങ്ങനെ മനസ്സിലാക്കാം? അതായത് വെർബിനോടൊപ്പം S അല്ലെങ്കിൽ ES ചേർത്താൽ വെർബ് എന്തായിരിക്കും? സിംഗുലർ വെർബായിരിക്കും. വെർബിനോടൊപ്പം S ES ഇല്ലെങ്കിൽ എന്താണ്? അത് പ്ലൂറൽ വെർബായിരിക്കും. ഫോർ എക്സാമ്പിൾ ഗോ എന്നുള്ള വെർബ് അല്ലെ, ബേസ് ഫോം ഓഫ് ദ വെർബ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബാണ് ഗോ എന്നുള്ളത്. അതെന്താണ്? പ്ലൂറൽ വെർബാണ്. ഇനി അതിനെ സിംഗുലർ വെർബായിട്ട് നമ്മൾ എങ്ങനെയാ പറയാ? ഗോസ് അല്ലെ. ഗോസ് ലാസ്റ്റ് എന്തുണ്ടാകും? ഒരു ES ആഡ് ചെയ്തിട്ടുണ്ടാകും. അതെന്താണ്? സിംഗുലർ വെർബാണ്. അപ്പോൾ ഗോസ് സിംഗുലർ വെർബ്, ഗോ എന്താണ്? പ്ലൂറൽ വെർബാണ്. അപ്പൊ സിംഗുലർ വെർബായിട്ടുള്ള ഗോസിനോടൊപ്പം നമ്മൾ ചേർക്കേണ്ടത് സിംഗുലർ നൗൺ ആയിരിക്കണം. ഇനി പ്ലൂറൽ വെർബായിട്ടുള്ള ഗോ എന്നതിനോടൊപ്പം നമ്മൾ ചേർക്കേണ്ടത് പ്ലൂറൽ നൗൺ ആയിരിക്കണം. ഇതാണ് സബ്ജക്റ്റും വെർബും തമ്മിലുള്ള അഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഇഫ് 2 സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ ആൻഡ് പ്ലൂറൽ വെർബ് വിൽ ബി യൂസ്ഡ്. ഓക്കെ, രണ്ട് സബ്ജക്റ്റിനെ, ഓക്കെ, ഒരു സെന്റൻസിലെ ഒരു സബ്ജക്റ്റ് അല്ല, രണ്ട് സബ്ജക്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ രണ്ട് സബ്ജക്റ്റിനെ നമ്മൾ ആൻഡ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ നമ്മൾ ഏത് വെർബാണ് യൂസ് ചെയ്യേണ്ടത്? പ്ലൂറൽ വെർബാണ്. കാരണം എന്താ? അവിടെ ആൻഡ് വെച്ച് കണക്ട് ചെയ്ത രണ്ട് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ സബ്ജക്റ്റ് എന്തായിട്ട് മാറി? പ്ലൂറൽ ആയിട്ട് മാറി അല്ലെ. ഒന്നിലധികം സബ്ജക്റ്റ് അവിടെ വന്നു അല്ലെ, അതുകൊണ്ട് തന്നെ അത് പ്ലൂറൽ ആയിട്ട് മാറി. അങ്ങനെ പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം. അപ്പൊ ഇഫ് 2 സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ ആൻഡ് പ്ലൂറൽ വെർബ് വിൽ ബി യൂസ്ഡ് അല്ലെ. രണ്ട് സബ്ജക്ട്സ് ആൻഡ് വെച്ച് ജോയിൻ ചെയ്താൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത് വേണം? പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം. കാരണം അവിടെ പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് മാറി. കാരണം രണ്ട് സബ്ജക്റ്റ് ഉണ്ട്, അതിന് ആൻഡ് വെച്ച് ജോയിൻ ചെയ്തു, അപ്പൊ അത് പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് മാറി അല്ലെ. കാരണം ഒന്നിലധികം സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് പ്ലൂറലായി, ബഹുവചനമായി. അപ്പോൾ പ്ലൂറൽ വെർബാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഫോർ എക്സാമ്പിൾ നോക്കൂ, റാം ആൻഡ് ശ്യാം കം ടു സ്കൂൾ. റാം ആൻഡ് ശ്യാം കം ടു സ്കൂൾ എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അല്ലാതെ റാം ആൻഡ് ശ്യാം കംസ് എന്ന് പറയോ? സിംഗുലർ യൂസ് ചെയ്യോ? ഇല്ല. അപ്പൊ റാം ആൻഡ് ശ്യാം കം ടു സ്കൂൾ എന്നാണ് പറയാ. ഓക്കെ അല്ലേ?
ഇനി ഇഫ് ടു സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ ആൻഡ് ഇറ്റ് ഡിനോട്ട്സ് എ കോമ്പിനേഷൻ സിംഗുലർ വെർബ് ഈസ് യൂസ്ഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞു രണ്ട് സബ്ജക്ട്സ് ആൻഡ് വെച്ച് ജോയിൻ ചെയ്താൽ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ രണ്ട് സബ്ജക്ട്സിനെ ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ രണ്ട് സബ്ജക്ട്സും ഒരൊറ്റ കോമ്പിനേഷനെയാണ് കാണിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു രണ്ട് സബ്ജക്റ്റും ഒരൊറ്റ സിംഗിൾ യൂണിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സിംഗുലർ വെർബ് വേണം ഉപയോഗിക്കാൻ. മനസ്സിലായോ? അതായത് ഫോർ എക്സാമ്പിൾ ബ്രെഡ് ആൻഡ് ബട്ടർ. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുമ്പോൾ അത് രണ്ടും രണ്ട് സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിലും ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് രണ്ടും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ പറയുക, അല്ലെ? ബ്രെഡ് ആൻഡ് ബട്ടർ, അല്ലെ? അത് കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ അതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ പറയുക. രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നായിട്ടാണ് നമ്മൾ പറയുക, അല്ലെ? അപ്പൊ ഇത്തരത്തിൽ അത് സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് അത് സിംഗുലർ വെർബ് വേണം നമ്മൾ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനോടൊപ്പം സിംഗുലർ വെർബ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രയോഗമാണ് ദ ഹോഴ്സ് ആൻഡ് കാരേജ്. ദ ഹോഴ്സ് ആൻഡ് കാരേജ് എന്ന് പറയുന്നത് രണ്ടും രണ്ടല്ല, ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ പറയുക. അതുകൊണ്ട് അതിനോടൊപ്പം നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. അതേപോലെ ഇഡ്ലി ആൻഡ് സാമ്പാർ. ഓക്കെ, അത് രണ്ടും രണ്ടായിട്ടല്ല നമ്മൾ പറയുക, ഒരുമിച്ചാണ് പറയുക. അതുകൊണ്ട് അത് സിംഗിൾ യൂണിറ്റ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഇഫ് two nouns are joined by and denotes the same person, singular verb is used. അല്ലെ? രണ്ട് നൗണിനെ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളെ നമ്മൾ ആൻഡ് വെച്ച് ജോയിൻ ചെയ്തു, പക്ഷെ ഈ രണ്ട് വ്യക്തികളും ഒരാൾ തന്നെയാണ് എങ്കിൽ, സെയിം പേഴ്സൺ ആണ് എങ്കിൽ അവിടെ നമ്മൾ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ദ നോവലിസ്റ്റ് ആൻഡ് പോയറ്റ്, അല്ലെ? കവിയും നോവലിസ്റ്റും രണ്ടും ഒരാളാണ്. ഓക്കെ, ഇങ്ങനെ രണ്ടും ഒരാളാണെങ്കിൽ നമ്മൾ അവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ വെർബ് ആയിരിക്കണം, അല്ലെ? ഒരിക്കലും പ്ലൂറൽ വെർബ് യൂസ് ചെയ്യില്ല, കാരണം രണ്ടും ഒരാളാണ്, ഒരാളെ കുറിച്ച് മാത്രമേ അവിടെ സബ്ജക്റ്റ് ആയിട്ട് പറയുന്നുള്ളൂ. ഇനി രണ്ടും രണ്ടാളുകളാണ് എങ്കിൽ അവരെ ആൻഡ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ നമ്മൾ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യാം. ഇനി ഇത് രണ്ടും ഒരാളാണോ രണ്ടും വേറെ വേറെ ആളുകളാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ രണ്ട് സ്ഥലത്തും ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ഫോർ എക്സാമ്പിൾ ദ നോവലിസ്റ്റ് ആൻഡ് ദി പോയറ്റ് എന്നാണെങ്കിൽ രണ്ട് സ്ഥലത്തും ആർട്ടിക്കിൾ ഉണ്ട് എങ്കിൽ അവിടെ രണ്ടും രണ്ടാളെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കുക. ഇനി ഒരു സ്ഥലത്ത് മാത്രം ആർട്ടിക്കിൾ ഉള്ളൂ എങ്കിൽ ദ നോവലിസ്റ്റ് ആൻഡ് പോയറ്റ്, അല്ലെ? നോവലിസ്റ്റിന്റെ ഭാഗത്ത് മാത്രമേ ആർട്ടിക്കിൾ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതൊരു സെയിം പേഴ്സൺ, ഒരൊറ്റ വ്യക്തിയെ, ഇൻഡിവിജ്വലിനെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ നോക്കിയിട്ട് വേണം ഇതൊരാളാണോ അല്ലെങ്കിൽ മറ്റ് രണ്ടുപേരെയാണോ പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ രണ്ടാളുകളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ പ്ലൂറൽ ആയിട്ട് മാറി സബ്ജക്റ്റ്, അപ്പൊ അവിടെ നമ്മൾ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യാം. ഇനി ഒരാളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ സിംഗുലർ വെർബ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ സെന്റൻസ് പറയാം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ചില വെർബ്. ഓക്കെ, ചില വെർബ് അല്ലെങ്കിൽ ചില സബ്ജക്റ്റുകൾ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ചില സബ്ജക്റ്റുകൾ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിനോടൊപ്പം നമ്മൾ പ്ലൂറൽ വെർബ് തന്നെ യൂസ് ചെയ്യണം. അത്തരത്തിലുള്ള സബ്ജക്റ്റുകളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നൗണുകളാണ് കാറ്റിൽ, കവാൽറി, ഡൈസ്, ജെൻട്രി, പീപ്പിൾ, പോലീസ്, വെർമിൻ, ഇൻഫൻട്രി, പെസൻട്രി. ഓക്കെ അല്ലേ? അപ്പൊ ഇത്തരം നൗണിനോടൊപ്പം അല്ലെങ്കിൽ ഇത്തരം സബ്ജക്റ്റുകളോടൊപ്പം നമ്മൾ പ്ലൂറൽ വെർബ് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. കണ്ടാൽ അത് സിംഗുലർ ആയിട്ട് തോന്നും, പക്ഷെ സിംഗുലർ അല്ല, അത് പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് പ്ലൂറൽ വെർബ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ അല്ലേ? ഫോർ എക്സാമ്പിൾ നോക്കൂ, ദ കാറ്റിൽ ആർ ഗ്രേസിങ്. ദ കാറ്റിൽ ആർ ഗ്രേസിങ് എന്നാണ് പറയുക. ഓക്കെ, ദ കാറ്റിൽ ആർ ഗ്രേസിങ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമ്മൾ വന്ന് സബ്ജക്റ്റ് ആയിട്ട് പെയർ നൗൺസ് വരികയാണെങ്കിൽ, ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ആയിട്ട് പെയർ നൗൺസ് ആണ് വന്നിട്ടുള്ളത് എങ്കിൽ അവിടെ നമ്മൾ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. എന്താണ് ഈ പെയർ നൗൺസ് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ബൈനോക്കുലേഴ്സ്, ബ്രേസസ്, ബ്രീച്ചസ്, ഗ്ലാസസ്, ഗ്ലൗസ്, ഗോഗിൾസ്, ഇവയൊക്കെ പെയർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക, അല്ലെ? പെയർ ആയിട്ട്. ഗ്ലൗ എന്നൊക്കെ പറയുമ്പോൾ ഒരു കയ്യിൽ മാത്രമല്ല രണ്ട് കയ്യിലിടും, അല്ലെ? ഗ്ലാസസ്, ബൈനോക്കുലർ, ഇവയൊക്കെ പെയറാണ്, പെയർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ പെയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ പെയർ നൗൺസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ പെയർ നൗൺസിനോടൊപ്പം ഒരു സബ്ജക്റ്റ്, പെയർ നൗൺസ് സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ അതിനോടൊപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഏത് വെർബ് യൂസ് ചെയ്യണം? പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം. അത്തരത്തിലുള്ള എക്സാമ്പിളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്മൾ പറയുന്നത് പെയർ നൗൺസിന് മുമ്പിൽ എ പെയർ ഓഫ് എന്ന് വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ, എ പെയർ നൗൺസിന് മുമ്പിൽ എ പെയർ ഓഫ് എന്ന വേർഡ് ആ പെയർ നൗൺസിന് മുമ്പിൽ ഏതെങ്കിലും ഒരു പെയർ നൗൺസിന് മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സിംഗുലർ വെർബ് വേണം ഉപയോഗിക്കാൻ. ഓക്കെ അല്ലേ? സിംഗുലർ വെർബ് വേണം അപ്പൊ നമ്മൾ യൂസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ എ പെയർ ഓഫ് ഷൂസ് ഈസ് കോസ്റ്റ്ലി നൗ.
എ പെയർ ഓഫ് ഷൂസ് ഈസ് കോസ്റ്റ്ലി നൗ എന്നാണ് വന്നിട്ടുള്ളത് എങ്കിൽ, എ പെയർ ഓഫ് എന്ന് വന്നിട്ടുണ്ട് എങ്കിൽ അവിടെ നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യാം. എ പെയർ ഓഫ് എന്നില്ല, ജസ്റ്റ് പെയർ നൗൺ മാത്രമേ ഉള്ളൂ എങ്കിൽ, ഷൂസ് എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ നമ്മൾ പ്ലൂറൽ വെർബ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്മൾ പറയുന്നത് സർട്ടൻ നൗൺസ് ആർ പ്ലൂറൽ ഇൻ ഫോം ബട്ട് സിംഗുലർ ഇൻ മീനിങ്. ഓക്കെ, ചില നൗണുകൾ കണ്ടാൽ നമുക്ക് പ്ലൂറൽ ആയിട്ട് തോന്നും, പക്ഷെ അതിന്റെ മീനിങ് എന്താണ്? സിംഗുലർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഓക്കെ, അത്തരത്തിലുള്ള നൗൺസുകളാണ് നെയിം ഓഫ് ഡിസീസസ്. ഓക്കെ, അതേപോലെ നെയിംസ് ഓഫ് ഗെയിംസ്, അതേപോലെ നെയിം ഓഫ് കൺട്രീസ്, നെയിം ഓഫ് ബുക്സ്, നെയിം ഓഫ് സബ്ജക്ട്സ്. ഇവയൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും എന്താണ്? പ്ലൂറൽ ആയിട്ട് തോന്നും, പക്ഷെ മീനിങ്ങിൽ അത് സിംഗുലർ ആണ്. അതുകൊണ്ട് നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നോക്കൂ, റിക്കറ്റ്സ് ഈസ് എ കോമൺ ഡിസീസ്. ഓക്കെ, റിക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു ഡിസീസിന്റെ പേരാണ്. അപ്പൊ അത് നമ്മൾ കണ്ടാൽ നമുക്ക് തോന്നും അത് പ്ലൂറൽ ആണ് ഫോമില്, അല്ലേ? പക്ഷെ അതിന്റെ മീനിങ് സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ വെർബ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ നെയിം ഓഫ് ഡിസീസിന്റെ കൂടെയൊക്കെ നമ്മൾ സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത നമ്മൾ പറയുന്നത് ഇഫ് ടു സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ നെയ്തർ നോർ, എയ്തർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, നോർ ഓർ. ഓക്കെ, ദ വേർബ് വിൽ അഗ്രി വിത്ത് ദ സെക്കൻഡ് സബ്ജക്ട്. അതായത് രണ്ട് സബ്ജക്ട്സിനെ നെയ്തർ നോർ വെച്ചിട്ടോ, എയ്തർ ഓർ വെച്ചിട്ടോ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ വെച്ചിട്ടോ, നോർ അല്ലെങ്കിൽ ഓർ വെച്ചിട്ടോ ജോയിൻ ചെയ്താൽ അവിടെ വെർബ് വരെ ഏത് സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും? സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും. രണ്ട് സബ്ജക്ട്സ് ഉണ്ട്, അപ്പൊ സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും ഇവിടെ നമ്മൾ സിംഗുലർ വെർബ് വേണോ പ്ലൂറൽ വെർബ് വേണോ എന്ന് തീരുമാനിക്കുക. അതായത് സെക്കൻഡ് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ് ഉപയോഗിക്കുക, സെക്കൻഡ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ് ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? ഫോർ എക്സാമ്പിൾ നോക്കൂ, ഏതർ ദ ബോയ് ഓർ ദ ഗേൾസ് പ്ലസ് പ്ലൂറൽ വെർബ്. ഓക്കെ, അതായത് ഏതർ ദ ബോയ് ഓർ ദ ഗേൾസ്, ബോയ് എന്നുള്ള സബ്ജക്റ്റും ഗേൾസ് എന്നുള്ള സബ്ജക്റ്റും രണ്ടിനെയും ഏതർ ഓർ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഏതർ ഓർ വെച്ച് കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റിനെ വേണം കൺസിഡർ ചെയ്യാൻ. സെക്കൻഡ് സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. ഇതാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത അഗ്രിമെന്റ് എന്ന് പറയുന്നത് ഈച്ച്, എവ്രി, എവ്രിവൺ, സംവൺ, നോബഡി, നൺ, വൺ, എനി, മെനി, എ, മോർ ദാൻ വൺ. ഓക്കെ, ഇതൊക്കെ എന്താണ്? സിംഗുലർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിംഗുലർ വെർബ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, സിംഗുലർ വെർബ്, സിംഗുലർ നൗണ്, സിംഗുലർ പ്രോനൗണ് ഏതും സിംഗുലർ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മൾ കോൺകോഡ് എന്ന ഭാഗത്ത് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്.